തോമസ് തറയിലേക്ക് KCBC വക്താവ് ടെലിഫോണിൽ. ഫാദർ തോമസ് തറയിൽ, ഇപ്പോൾ FCRA നിയമ ഭേദഗതി അത് ഭീകര രൂപത്തിൽ വരുന്നു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ന്യൂനപക്ഷ വിരുദ്ധമായ തീരുമാനം എന്ന പ്രതികരണമാണ് ഇപ്പോൾ ദീപിക മുഖപ്രസംഗത്തിൽ കണ്ടിരിക്കുന്നത്. KCBC ഈ വിഷയത്തിൽ എങ്ങനെ നീങ്ങാനാണ് തീരുമാനം? എല്ലാ സഭകളും ഒരുമിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകുമോ? KCBC വാസ്തവത്തിൽ ഇന്ന് വൈകുന്നേരം ഇതിന്റെ വിഷയം ചർച്ച ചെയ്യുവാനായിട്ട് അടിയന്തരമായ ഒരു ഓൺലൈൻ യോഗം ചേരുന്നുണ്ട്. കൂടാതെ തന്നെ KCBCയുടെ ഭാരവാഹികള് ഈ വിഷയത്തെക്കുറിച്ച് KCBCയുടെ പൊതുവായ അഭിപ്രായം പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊരു നിയമം ഇപ്പോൾ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യകതയും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ FCRAയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് വളരെ കർക്കശമായ നിയമങ്ങൾ നിലവിലുണ്ട്. ഒരു രൂപ പോലും ഗവൺമെന്റ് അറിയാതെ ഇവിടുത്തെ ഒരു ഏജൻസിക്കും ലഭിക്കുന്നില്ല. FCRAയുടെ വരുന്ന പണം മുഴുവനും ഡൽഹി കേന്ദ്രീകൃതമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിശ്ചിതമായിട്ടുള്ള ബ്രാഞ്ചിൽ അക്കൗണ്ട് എടുത്ത് ആ അക്കൗണ്ടിലൂടെ മാത്രമേ ഈ പണം വരികയുള്ളൂ. അതെല്ലാം ഗവൺമെന്റിന് മുമ്പിൽ വ്യക്തമാണ്. പിന്നെ ഈ വരുന്ന പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകളും റിപ്പോർട്ടുകളും എല്ലാ വർഷവും ഗവൺമെന്റിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതുമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വഴിയായിട്ട് സമർപ്പിക്കുന്നതുമാണ്. അപ്പൊ ഇതിനകത്തൊന്നും യാതൊരു തരത്തിലുമുള്ള ദുരൂഹതകളില്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരു സാമാന്യ നീതിക്ക് പോലും നിരക്കാത്തതും ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കും നിരക്കാത്തതുമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യം എന്തെന്ന് ഇപ്പൊ ആർക്കും മനസ്സിലാവുന്നില്ല. ശരി, വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു നിയമം വന്നിരിക്കുന്നത്. അതുകൊണ്ട് സഭകൾ ഇതിനെക്കുറിച്ച് പഠിച്ചു വരുന്നു. കത്തോലിക്ക സഭയും മറ്റ് ക്രൈസ്തവ സഭകളും. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഫോറിൻ ഫണ്ട് അല്ലെങ്കിൽ FCRA വഴിയായിട്ട് ഫണ്ട് വരുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്ക് മാത്രമൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ലൈസൻസ് കൊടുത്തിട്ടുള്ള FCRA ലൈസൻസുകളിൽ ഏതാണ്ട് ഒരു 15-20% മാത്രമേ ക്രൈസ്തവ സഭകളുടേതുള്ളൂ. ബാക്കി മുഴുവനും മറ്റ് മതവിഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ മതവുമായിട്ടൊന്നും ബന്ധമില്ലാതെ വ്യക്തികൾ നടത്തുന്ന ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും ഒക്കെ FCRA ഉണ്ട്. അപ്പൊ ഇത് ക്രൈസ്തവ സഭകളുടെ മാത്രം ഒരു പ്രശ്നമല്ല. പിന്നെ ക്രൈസ്തവ സഭകള് ഇപ്പൊ നേരത്തെ കവിയലച്ചൻ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ സഭകൾക്ക് ലഭിക്കുന്ന പണം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു, എവിടെ വിനിയോഗിക്കുന്നു എന്നുള്ളതെല്ലാം വളരെ വ്യക്തവും സുതാര്യവുമാണ്. ശരി, ഇവിടുത്തെ ആദിവാസികളും ദളിതരും പാവപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായിട്ടുള്ള ജനങ്ങളുടെ വിദ്യാഭ്യാസപരവും ആരോഗ്യപരവും സാമൂഹികവുമായിട്ടുള്ള ഉന്നമനത്തിന് ഉതകുന്ന പദ്ധതികൾക്ക് വേണ്ടിയാണ് ഈ പണങ്ങൾ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ശരി ശരി ഫാദർ, എന്തായാലും വൈകിട്ട് യോഗം ചേരാനിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ KCBC വക്താവ് കൂടിയായ ഫാദർ തോമസ് തറയിൽ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. FCRA നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് ഉയരുന്നത്. അടിയന്തര യോഗം ഇന്ന് വൈകിട്ട് ചേരും.